മെറ്റൽസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ട് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്താണ്? മാലിബിളായ, ഡക്റ്റൈലായ, തിളക്കം ലസ്റ്ററസ് ഉള്ള, കണ്ടക്ട് ചെയ്യുന്ന, ഹാർഡായ, ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമുള്ള, തട്ടുമ്പോൾ ശബ്ദമൊക്കെ കേൾക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ പൊതുവിൽ എന്ത് വിളിക്കുന്നത്? മെറ്റലുകൾ എന്ന് വിളിക്കുന്നത്. ആ പറയുന്ന മെറ്റൽ എവിടെയാണ് കാണുന്നത്? പ്രധാനമായിട്ടും മെറ്റലുകൾ കാണുന്നത് ഭൂമിയുടെ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റിലാണ്. അതിലെപ്പോഴായിരിക്കും ഈ പറയുന്ന കമ്പൈൻഡ് ഫോമിലായിരിക്കും കാണുന്നത്. അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് മിനറൽ എന്ന് പറയുന്നത്. എന്നാൽ ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ളവർ എന്ത് ചെയ്യാറുണ്ട്? ഫ്രീ സ്റ്റേറ്റിലും കാണപ്പെടാറുണ്ട്. അങ്ങനെ മിനറലുകൾ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന മെറ്റൽ സബ്സ്റ്റൻസുകൾ കാണുന്ന പാറകളെയാണ് നമ്മൾ മിനറൽ എന്ന് വിളിക്കുന്നത്. ബോക്സൈറ്റ്, ഹാമറ്റൈറ്റ്, റോക്ക് സോൾട്ട് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന മെറ്റല്, ഈ പറയുന്ന മിനറലിനകത്ത് നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്കതിന് ഈസി ആയിട്ടും ചീപ്പായിട്ടും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ ഓർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതല്ലാതെ സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് പോലുള്ള ചില മെറ്റലുകൾ കടൽ വെള്ളത്തിനകത്തും കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ സർഫസ്, ഭൂമിയുടെ ഭൂവൽക്കം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റലുകളിൽ ഒന്ന് അലുമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ടൈറ്റാനിയം ഒക്കെ ആണെന്നും കൂടി ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മെറ്റലിൻ്റെ ഒരു മിനറൽ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു ഓവറാക്കി മാറ്റണമെങ്കിൽ, അല്ലേ, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ മിനറലിന് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് വേണം? അത് അബണ്ടൻസിൽ ഉണ്ടാവണം, എയ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ ആയിരിക്കണം, ഹൈ മെറ്റൽ കണ്ടന്റ് ഉണ്ടാവണം, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായിരിക്കണം? കുറവ് ആയിരിക്കണം. അങ്ങനെ കിട്ടുന്നതാണ് ഓർ എന്ന് പറയുന്നത്, അല്ലെ? ഓർ എന്ന് വെച്ചാൽ എന്താ? എനി മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി ഈസിലി എക്സ്ട്രാക്റ്റഡ് ആൻഡ് എക്കണോമിക്കലി ഈസ് കോൾഡ് ഓർ. അലുമിനിയം ബോക്സിലിട്ട് വയ്ക്കും, ഇരുമ്പ് വെച്ച് നമ്മൾ ഹാമറും കാന്തവും ഒട്ടിച്ചു, കോപ്പർ വെച്ച് കോപ്പർ പൈറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. സിങ്ക് ആണെങ്കിലോ സിങ്കിൽ നമ്മൾ കൊണ്ട് കളയും, ഇപ്പോൾ കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. ടിന്നാണെങ്കിലോ കസെട്രേറ്റും അതുപോലെ ടിൻ സ്റ്റോൺ, അല്ലെ? ടിന്നിൻ്റെ കാസറ്റും അതുപോലെ തന്നെ എന്താണ്? ടിൻ സ്റ്റോണുമാണ് പ്രധാനപ്പെട്ട ഓർ എന്ന് പറയുന്നത്. അടുത്ത പരിപാടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലേ? മെറ്റലുകളെ നമുക്ക് മിനറൽസിൽ നിന്നും അല്ലെങ്കിൽ ഓറിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ഷൻ എത്ര സ്റ്റെപ്പിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ 3 സ്റ്റെപ്പ്, ഇത്രയേ ഉള്ളൂ. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർ സ്റ്റെപ്പ് പഠിച്ചോളണേ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് വെച്ചാൽ ഈ പറയുന്ന മിനറൽസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഓറിൽ നിന്ന് കിട്ടുന്നതിനകത്ത് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഇതിനെ പൊടിച്ച് തരികളാക്കി മാറ്റിയിട്ട് ആ തരിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്ന. ആ ഓരോ മെത്തേഡ്, 4 മെത്തേഡുകളും ഉണ്ട്. നമുക്കത് വിശദമായിട്ടൊന്ന് പഠിക്കണം. പിന്നെ വരുന്നതാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതായത് ഇങ്ങനെ ഈ പറയുന്ന കോൺസെൻട്രേറ്റ്, അതായത് ഈ പറയുന്ന ഡസ്റ്റ്, മണ്ണ് പോലെ പെട്ടെന്ന് ഫിസിക്കലി കാണുന്ന ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് പ്യുവർ മെറ്റൽ അല്ല. അതിനകത്ത് ഇപ്പോഴും എന്താണ്? കെമിക്കലി കുറേ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരിക്കും, അല്ലെ? കെമിക്കലി റിയാക്ട് ചെയ്തിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുക, മാറ്റിയെടുക്കുക. അടുത്ത് അതിൽ നിന്നും നമ്മൾ ഫുൾ ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതായത് കെമിക്കൽ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ മാറ്റുന്നതിനാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുന്നത്. പേര് ആദ്യം പഠിച്ചു വയ്ക്കുക, വിശദമായി നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പഠിക്കും. അപ്പോൾ ഒരു മെറ്റലിനെ ഈ പറയുന്ന ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന എത്ര ഘട്ടത്തിലാണ്? 3 ഘട്ടം. 1 കോൺസെൻട്രേഷൻ, 2 എക്സ്ട്രാക്ഷൻ, 3 റിഫൈനിങ്. പറഞ്ഞേ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ, മൂന്നാമത് വരുന്നതാണ് എന്ത്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. എന്നിങ്ങനെ 3 രീതിയിലാണ് ഇത് നടക്കുന്നത്. നമുക്കതിൽ ആദ്യം പഠിക്കാനുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ആണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ആലോചിച്ച് നോക്കണം. നമുക്ക് ഈ പറയുന്ന മെറ്റൽ കിട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും KG റോക്കി ഫൈയുടെ KG ആലോചിച്ചാൽ അതല്ല, ആ മെറ്റൽ എന്താ? ഈ പാറയും പൊടിയുടെ ഇടയിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ? പാറ കഷ്ണമായിട്ടാണല്ലോ അത് ഇരിക്കുന്നത്. അപ്പോൾ പാറ കഷ്ണത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഈ പറയുന്ന മെറ്റൽ വളരെ ചെറിയ അളവിലേ കാണത്തുള്ളൂ. ബാക്കി മൊത്തം എന്തായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് മാറ്റം. അപ്പോൾ എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സിമ്പിളായിട്ട് കഴുകിയെടുക്കുക. ഏറ്റവും നല്ല പരിപാടി എന്താണ്? കഴുകി മാറ്റുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ കഴുകി മാറ്റുന്ന പ്രോസസ്സിന് സിമിലറായിട്ട് വരുന്നൊരു മെത്തേഡാണ് എന്ത്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. അപ്പോൾ എന്താ സംഭവം ഒന്നുകൂടി നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഓർ ആർ മൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. ഭൂമിയിൽ നിന്നാണല്ലോ കുഴിച്ചെടുക്കുന്നത്. എ ലോട്ട് ഓഫ് എർത്ത്ലി ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സോയിൽ ആൻഡ് സാൻഡ് മേ ബി മിക്സ്ഡ് വിത്ത് ദിസ്, അല്ലെ? ഭൂമിയിൽ നിന്നുള്ള മണ്ണും പൊടിയും ചരളും ഒക്കെ അതിനകത്ത് കാണും. സോ ദ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ the concentration of the ore is the process of increasing the metal content of the ore. Increasing the metal content of the ore by removing such impurities known as gauge. Okay, gauge എന്ന് പറയും. ഗേജ് എന്നോ ഒക്കെ പറയും. സംഭവം ഇത്രയേ ഉള്ളൂ.
നമുക്ക് പാറ കിട്ടി. ഇത്രയേ ഉള്ളൂ, ഇത്രയും വലിയൊരു പാറയാണ് കിട്ടിയത്. ഈ പാറയ്ക്കകത്ത് ഇത്ര അളവിന് ഇവിടെ ഇത്ര അളവിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, മെറ്റൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇമ്പ്യൂരിറ്റീസാണ്. എന്നാൽ ഈ പറയുന്ന സാധനത്തിന് ചുവന്നുകൊണ്ട് പോകാന്ന് വെച്ചാൽ മെനക്കേടല്ലേടാ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിന് തല്ലി പൊളിക്കും. പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും കുറേ തരികൾ മാത്രം. ആ തരികളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെറ്റൽസ് കുറച്ചുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ ഈ ആവശ്യമില്ലാത്തതിനെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കി, പിന്നെ അത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ ഒരു സ്ഥലത്തും കൊണ്ട് കൂട്ടിയിടുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് വരത്തുള്ളൂ. പിന്നെ ഇതിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമല്ലേ. ഈ പരിപാടിയാണ് കോൺസെൻട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെറ്റലിനെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന ഗെയ്ജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗെയിഞ്ച് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതായത് മണ്ണും പൊടിയും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് മെറ്റലിൻ്റെ അളവിനെ കൂട്ടണം. അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ അളവ് കൂട്ടുക എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തതിനകത്ത് കളയുക. ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന മെറ്റൽ മാത്രം കുറച്ചായിട്ട് കിട്ടാൻ വേണ്ടി, അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, അങ്ങനെ എടുക്കുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. ഇപ്പം എന്തായിരിക്കും, ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ് എങ്ങനെയാണ്, ബൈ റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റി. ഇമ്പ്യൂരിറ്റിയുടെ പേരാണ് എന്ത്, ഗെയിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഗെയിഞ്ച് എന്നാണ് ഞാൻ ഉച്ചരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് പല രീതിയിലാണ്. നമ്മൾ ഈ പറയുന്ന ഓറ് അല്ലെങ്കിൽ മെറ്റൽ ഏത് ടൈപ്പാണ്, അത് ഈ കാണുന്ന ഇമ്പ്യൂരിറ്റിയുടെ ക്വാളിറ്റി എന്താണ്, എങ്ങനത്തതാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പല രീതിയിലാണ് നമ്മൾ മാറ്റുന്നത്. അതിൽ ആദ്യത്തെ രീതി നമുക്ക് ഏറ്റവും അറിയാവുന്ന രീതി കഴുകുക. എന്തുവാണ്, കഴുകുക. എങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത്, അതിനെന്ത് വിളിക്കും നമ്മൾ, ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയും. നിങ്ങൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ലെവിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പൊക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് അല്ലേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്, അല്ലെ. ലെവിറ്റേഷൻ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ പോകുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ വഴിയാണെന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ. നമ്മൾ ഈ പറയുന്നത് പൊക്കി നിർത്തും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും, പൊക്കും. ആരെ പൊക്കും, നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് നമ്മളങ്ങ് പൊക്കും. എങ്ങനെ പൊക്കും, ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന എന്തെടുക്കും, വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പറയുന്ന പൗഡേർഡ് ഓറിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കണ്ടീഷൻ, നമ്മുടെ ഓറുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ അതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ വെള്ളത്തിൽ വിടുമ്പോൾ നമുക്കറിയാം ഡെൻസറായിട്ടുള്ള സാധനങ്ങളായിരിക്കും താഴോട്ട് അടിയുന്നത്. ഈ പറയുന്ന ആവശ്യത്തിന് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ അത് ലൈറ്റർ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി പൊങ്ങിക്കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് ഇവിടുന്ന് ഹൈ പ്രഷറിൽ അങ്ങോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, മൊത്തത്തിൽ എക്സാമ്പിൾ എന്ത് പറ്റും, ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ പുറത്ത് ഫ്ലോട്ട് ചെയ്യുകയും ഡെൻസിറ്റി കൂടിയ വെയിറ്റ് കൂടിയ മെറ്റൽ താഴേക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം വന്നിങ്ങനെ ഉറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഉറഞ്ഞിരിക്കുക എന്നൊരു വാക്ക് നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുമെന്ന്, അടിഞ്ഞിരിക്കുക, ഉറഞ്ഞിരിക്കുക എന്നൊക്കെ പറയാറില്ലേ, ഉറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഉറഞ്ഞിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. കാരണം ഓക്സൈഡുകളെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉറഞ്ഞിരിക്കുന്നത് ഓക്സൈഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇവിടുന്ന് എന്ത് ടൈപ്പ് സാധനത്തിനാണ് മാറ്റുന്നതെന്ന് കിട്ടും. സോ നോക്കാം, എന്താണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം വെച്ച് കഴുകുക. വെള്ളം വെച്ച് കഴുകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഓറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഈ പറയുന്ന അരി, പയർ പോലുള്ള സാധനങ്ങൾക്കകത്ത് അല്ലേ, നമ്മൾ ഈ പറയുന്ന അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ പയർ കഴുകുമ്പോഴത്തേക്കും ചില പയറിനകത്ത് ഓൾറെഡി നമ്മൾ ഈ പുഴുവൊക്കെ കഴിച്ചിട്ട് തോട് മാത്രമേ കാണത്തുള്ളൂ. അത് കിട്ടാൻ എന്ത് ചെയ്യും, വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 ഇളക്കം ഇളക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ അകത്ത് സാധനം ഇല്ലാത്തതൊക്കെ പൊങ്ങി വരും. അതിനെ അരിച്ചങ്ങ് കളയും, അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ നല്ല എല്ലാവരിലും അങ്ങനെയാണ്. ഈ അരിയിലൊക്കെ കരിച്ചാന്ന് പറയുന്നൊരു സാധനമുണ്ട്, അല്ലേ, ബ്ലാക്ക് കളർ ഇരിക്കുന്ന സാധനം. ഇത് വരുമ്പോഴും എന്ത് ചെയ്യും, എടുത്ത് നേരെ വെള്ളത്തിൽ അങ്ങോട്ട് ഇടും. കാരണം അരിയേക്കാളും ഡെൻസിറ്റി കുറവാണ് ഈ പറഞ്ഞ കുഞ്ഞു സാധനം. അപ്പോൾ ഇതെന്ത് ചെയ്ത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കും, അരിച്ചങ്ങ് കളയും. ആണോ അല്ലേ. ഗോതമ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ അകത്ത് ഈ പറയുന്ന ചാവിയായി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കത് അറിയാമോന്ന് അറിയില്ല. അകത്ത് എന്തായാലും ഗോതമ്പിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത ഗോതമ്പിൻ്റെ തോട് മാത്രം എന്ത് ചെയ്യും, മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ മാത്രം നമുക്ക് കോരിക്കളയാം. സെയിം പ്രോസസ്സ്. ഇവിടെ മെറ്റൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, ഗെയിഞ്ച് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെൻസിറ്റി കുറവ്. ഡെൻസിറ്റി കുറഞ്ഞ സാധനം പൊങ്ങിക്കിടക്കുന്നിടത്ത് അങ്ങോട്ട് കളയാൻ പറ്റും. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെയിറ്റുള്ള സാധനത്തിൽ നമുക്ക് താഴെ നിന്ന് എടുക്കാനും പറ്റും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, എപ്പോഴാണോ മെറ്റലിൻ്റെ ഡെൻസിറ്റി കൂടുതലും, ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴാണോ മെറ്റലിൻ്റെ ഡെൻസിറ്റി കൂടുതലും ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറയും എന്ന കണ്ടീഷൻ വരുന്നത്, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. ഡെൻസിറ്റി കൂടിയ ഓറും ഡെൻസിറ്റി കുറഞ്ഞ ഗെയിഞ്ചും ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡിലൂടെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, ദ ലെസ് ഡെൻസ് ഗേജ് എന്ത് പറ്റും, വിൽ ഫ്ലോട്ട്, ഈസ് ഫിൽറ്റേർഡ് ഔട്ട്. ദ മോർ ഡെൻസ് ഓർ റിമെയിൻസ് ഇൻ ദ ബോട്ടം. ജനറലി ഓക്സൈഡുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ത് ടൈപ്പ് സാധനങ്ങളാണ് ചെയ്യുന്നത്, ഓക്സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്,
അടിയിൽ ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്നത് ഓക്സൈഡ്, ഓയിൽ നിന്ന് ഓക്സൈഡ് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചാലും മതി. സെറ്റ്. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗെയിഞ്ച് ഉണ്ടല്ലോ, അതിന് ഡെൻസിറ്റി കൂടുതലും ഓറിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള ഓറിന് നമുക്ക് പൊക്കിയെടുക്കണം. എന്ത് ചെയ്യും? നമ്മൾ ഓയിൽ, ഓക്കെ, നമ്മൾ വെള്ളത്തിനോടൊപ്പം പൈൻ ഓയിൽ എന്ന് പറയുന്ന ഓയിലും വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇളക്കുന്നൊരു സാധനം, സ്റ്റിറർ എന്ന് പറയും, ഇളക്കുന്നൊരു സാധനം വെച്ചിങ്ങനെ അടിച്ച് ഇളക്കി പതപ്പിക്കും. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ ഈ പറയുന്ന മെറ്റൽ ഈ പറയുന്ന പതയോടൊപ്പം മുകളിൽ ഇങ്ങനെ അടിയും. അടുത്ത ഡെൻസിറ്റി കൂടിയ ഈ പറയുന്ന ഗെയിഞ്ച് എന്ന് പറയുന്ന വേസ്റ്റ് താഴെ പോവുകയും ചെയ്യും. നമുക്ക് ഈ ഫ്രോത്തിനെ അങ്ങോട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഇൻ ദ പ്രോസസ് യൂസ്ഡ് വെൻ ഓർ ഈസ് ലെസ് ഡെൻസർ ദാൻ ദ ഗെയിഞ്ച്. അപ്പോൾ ഗെയിഞ്ചിനെക്കാളും ഓറിനാണ് ഡെൻസിറ്റി കുറവ്. പൗഡർ ചെയ്ത ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളവും പൈൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്യും, അതായത് എയർ കറണ്ട് ഉപയോഗിച്ച് നമ്മളതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഓർ പാർട്ടിക്കിൾസ് എന്ത് പറ്റും? ഫ്രോത്ത് അഥവാ പതയോടൊപ്പം ഒട്ടി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരും. നമുക്കതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ടൈപ്പ് ഓറുകളെയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫൈഡ് ഓറുകളാണെന്ന് ഓർത്ത് വയ്ക്കണം. ഇത് ഓർക്കുക എളുപ്പമാണ്. നമ്മൾ സർഫ് ഇട്ടിട്ടാണ് തുണി കഴുകുന്നത് എന്ന് കരുതുക. അപ്പോൾ സർഫ് ഇട്ടുമ്പോഴല്ലേ പതഞ്ഞു വരുന്നത്. അപ്പോൾ സർഫിൽ നിന്ന് സൾഫൈഡ് ഓറുകളാണ് പതഞ്ഞു വരുന്നത് എന്ന് നമുക്ക് ഓർത്ത് വെച്ചൂടെ. അപ്പോൾ സൾഫൈഡ് ഓറുകളാണ് ഫ്രോത്ത് ഫ്ലോട്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൾഫർ പതഞ്ഞു വരും, സർഫ് ഇട്ട് പതയ്ക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. സർഫ് എന്ന് പറയാമോ? സർഫ് എക്സലിൻ്റെ സർഫ് അല്ലേ? നാട്ടിലൊക്കെ ഇതിനും സർഫ് എന്നല്ലേ പറയുന്നതിന്. നിങ്ങളിനി ഹൈ സ്റ്റാൻഡേർഡുകാർ അതിന് വാഷിംഗ് പൗഡർ എന്നൊക്കെ പറയുമെന്ന് അറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ സർഫ് എന്ന് പറയും. അപ്പോൾ ദാറ്റ് സർഫ് ഓർ ദ സൾഫൈഡ് ഓറുകളാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ? പഠിച്ച രണ്ട് കാര്യം ഒന്ന് മനസ്സിൽ പറയാൻ ശ്രമിച്ച്. നമ്മൾ ലെവിഗേഷൻ പഠിച്ചു. അത് എന്തായിരിക്കും? ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറവ്. വെള്ളത്തിലിട്ട് കഴുകുമ്പോഴത്തേക്കും ഓറ് താഴെ വന്നടിയും, ഗെയിഞ്ച് മുകളിൽ നിൽക്കും, ഗെയിഞ്ചിനെ റിമൂവ് ചെയ്യും. കുറയുന്നത് കൊണ്ട് ഓക്സൈഡുകളാണ് നമ്മൾ സാധാരണ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഓക്സൈഡിൻ്റെ ഡെൻസിറ്റി കുറവും ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കൂടുതലും ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെള്ളവും പാം ഓയിലും കൂടി എന്ത് ചെയ്യുന്നു? പാം ഓയിലല്ല, പൈൻ ഓയിലും കൂടി എഴുതിയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പതയിലോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഡെൻസിറ്റി കുറഞ്ഞ ഓറ് വരും. ഡെൻസിറ്റി കൂടിയ വേസ്റ്റ് താഴെ കിടക്കും. സർഫ് ഇട്ട് പതയ്ക്കുന്നത് കൊണ്ട് സൾഫൈഡ് ഓറുകളാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെറ്റ്. മൂന്നാമത്തെ പഠിക്കുക ഒരു പാടുമില്ല, വളരെ സിമ്പിളാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ. പേര് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കാന്തത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഓറോ അല്ല കാന്തത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിഞ്ചോ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓറിനെ ഇങ്ങനെ തട്ടിക്കൊടുക്കും. നിങ്ങൾ ഈ മില്ലിലൊക്കെ പോകുമ്പോൾ അറിയായിരിക്കും ഇതുപോലത്തെ റോളേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ റോളർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കും. അതിങ്ങനെ ഈ സൈഡിൽ കൂടി വരുമ്പോഴത്തേക്കും ഇവിടെ മെറ്റാലിക് റോളറുണ്ട്. എന്ന് വെച്ചാൽ ഇത് കാന്തമാണ്. അപ്പോൾ ഇത് നോർമലി ഈ സാധനത്തിന് അട്രാക്ട് ചെയ്യും. അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഇവിടെയും വീഴും, അട്രാക്ഷൻ ഇല്ലാത്ത നേരെ ഇങ്ങോട്ട് വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എവിടെ വീഴും? ഈ ആദ്യത്തെ പാത്രത്തിൽ വീഴുകയും മാഗ്നറ്റിക് ആയിട്ടുള്ളത് എവിടെ വീഴും? രണ്ടാമത്തെ പാത്രത്തിൽ വീഴുകയും ചെയ്യും. അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും എന്താകണമെന്നില്ല, ഇത് എപ്പോഴും മെറ്റൽ തന്നെ ആകണമെന്നില്ല, അല്ലേ? മെറ്റാലിക് ആയിട്ടുള്ള ഈ പറയുന്ന ഓറാണെങ്കിൽ ഇങ്ങനെ മാറ്റാം. അല്ല, ഇനി ഗെയിഞ്ചാണ് മെറ്റാലിക് എങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നോൺ മെറ്റാലിക് ആയിട്ടുള്ള ആളെ കിട്ടും. അപ്പോൾ ഇവിടെ മെറ്റാലിക് നോൺ മെറ്റാലിക് എന്ന പോയിന്റ് എഴുതാം. ഒരിക്കലും ഗെയിഞ്ചും ഈ പറയുന്ന ഓറും ഒന്ന് എഴുതി കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണ്? വെൻ ദ പൗഡേർഡ് ഓർ ഈസ് പാസ്ഡ് ത്രൂ എ മെറ്റാലിക് റോളർ. പൗഡേർഡ് ഓർ നമ്മൾ ഈ പറയുന്ന മെറ്റാലിക് റോളറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഓർ ദ ഇമ്പ്യൂരിറ്റി, ഏതിനാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പ്യുവർ എന്ന് പറയുന്ന സാധനം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇതോ ആയിരിക്കാം. ഉദാഹരണമാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ഓറായിട്ടുള്ള മാഗ്നറ്റൈറ്റ്. ഓക്കെ, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ ഗെയിഞ്ച് എന്തല്ല, മാഗ്നറ്റിക് അല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇപ്പോൾ നമ്മുടെ മാഗ്നറ്റൈറ്റിൻ്റെ ഓറുകളാണ് ഇവിടെ നിന്ന് ഇട്ടുകഴിഞ്ഞെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഇവിടുന്ന് മാഗ്നറ്റൈറ്റും കിട്ടും, ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഗെയിഞ്ചും കിട്ടും. ഇനി ടിൻസ്റ്റോണിൻ്റെ കേസ് ആണെങ്കിൽ, ടിൻസ്റ്റോൺ അറിയാമല്ലോ, ടിൻസ്റ്റോണിൻ്റെ കേസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ടിൻസ്റ്റോൺ കാന്തത്തിന് അട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടിൻസ്റ്റോണും കിട്ടും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഗെയിഞ്ചും കിട്ടും. അപ്പോൾ മെറ്റലാണോ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ലേ എന്ന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഏത് കിട്ടും എന്നുള്ളത്. മാഗ്നറ്റിക് സെപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാകും, പാടൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആരെയാണോ സെപ്പറേറ്റ് ചെയ്യാനുള്ളത് അത് അലിയുന്ന ഒരു സോൾവെൻറ്റിൽ അതിനങ്ങ് മിക്സ് ചെയ്യും. സോൾവെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ
ഇപ്പോൾ പെയിൻറ്റ് നമ്മൾ ഈ പറയുന്ന ഷെയിൻ ലാക്ക് എന്ന് പറയുന്ന സാധനം, ടർപ്പൻറ്റൈൻ എന്ന് പറയുന്ന സാധനം ഒഴിച്ച് കലക്കിയാലേ അത് മിക്സ് ആവുള്ളൂ. വെള്ളം ഒഴിച്ച് കലക്കിയാൽ നേരെ മിക്സ് ആവില്ലല്ലോ. അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷനകത്ത് ഏറ്റവും കൂടുതലുള്ള ആൾ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൗഡർ ചെയ്തിട്ടുള്ള ഓറിനെ നമ്മളൊരു സ്യൂട്ടബിളായ സോൾവെൻറ്റിൽ കലക്കുമ്പോൾ എന്ത് പറ്റും? ഓറ് ഡിസോൾവ് ചെയ്യുകയും ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആകാതെ കിടക്കുകയും ചെയ്യും. അതായത് നമ്മളൊരു പാത്രം എടുത്തു, അതിനകത്ത് കുറേ പൊടി ഇട്ടു, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സോൾവെൻ്റ് ഒഴിച്ച് കലക്കി. അപ്പോൾ എന്ത് പറ്റും? ഓറ് നമ്മുടെ മെറ്റൽ മാത്രം എന്ത് ചെയ്യും? അലിയും. അപ്പോൾ മെറ്റൽ അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇമ്പ്യൂരിറ്റീസ് മാത്രം താഴെ സെറ്റിലാവും. ഈ പറയുന്ന വെള്ളത്തിന് മാറ്റിയിട്ട് ഇമ്പ്യൂരിറ്റീസിന് എടുത്ത് കളഞ്ഞാൽ മതി. നമുക്ക് എന്നിട്ട് ഈ പറയുന്ന സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് അടുത്ത മെത്തേഡ് പിന്നെ പഠിക്കാം. ഉദാഹരണമാണ് നമ്മുടെ ബോക്സൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? പൗഡേർഡ് ഓറ് നമ്മൾ മിക്സ് ചെയ്യും സ്യൂട്ടബിൾ സോൾവെൻറ്റുമായിട്ട്. എന്നിട്ട് എന്ത് പറ്റും? ഓറ് ഡിസോൾവ് ചെയ്യും, അത് കെമിക്കൽ റിയാക്ഷനിലൂടെ മാറും. അങ്ങനെയാണെങ്കിൽ ഗെയിഞ്ച് എന്ന് പറയുന്ന സാധനം അവിടെ ഇൻസോല്യൂബിൾ ആയിട്ട് കിടക്കുകയും അത് നമുക്ക് പിന്നീട് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാൻ പറ്റുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീച്ചിങ്. ഓക്കെ, ബോക്സൈറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ഈ പറയുന്ന ഗോൾഡിനെയും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോക്സൈറ്റ് നമ്മൾ മാറ്റുന്നത് ലീച്ചിങ് വഴിയാണ്. ഓക്കെ, ബോക്സൈറ്റ് മാറ്റുന്നത് ലീച്ചിങ് വഴിയാണ്. ഇനി ഗോൾഡ് സിൽവർ പോലെ ഉള്ളതിനെയും നമുക്ക് ഈ പറയുന്ന സോഡിയം സയനൈഡ് എന്ന് പറയുന്ന ഈ പറയുന്ന സോൾവെൻറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്ന സോൾവെൻറ്റിൽ അലിയിപ്പിക്കാനായിട്ടും അതുപോലെ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയുമ്പോൾ ശ്രദ്ധിക്കണം. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിങ്ങിനകത്താണെങ്കിൽ അടിയുമ്പോൾ ഉറയുമ്പോൾ ഓക്സൈഡുകളാണ് മാറ്റും. ഫ്ലോട്ടേഷനിലാണെങ്കിൽ സൾഫൈഡുകളാണ്. മാഗ്നറ്റിക് സെപ്പറേഷനിലാണെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. പക്ഷേ ലീച്ചിങ്ങിലാണെങ്കിൽ എന്തായിരിക്കും? അലിയുന്ന സോൾവെന്റ്. അതിന് 3 എണ്ണം ഓർത്ത് വെച്ചോ: അലുമിനിയം, ഗോൾഡ്, സിൽവർ. അലുമിനിയം, ഗോൾഡ്, സിൽവർ ലീച്ചിങ് മെത്തേഡിലൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ സോൾവെന്റിൽ അലിയുന്ന സാധനമായിരിക്കണം എന്നേ ഉള്ളൂ. തെറ്റല്ലേ? 3 കിട്ടുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയാൻ ശ്രമിച്ചേടാ. ഓഴ്സ് ആർ ലെസ്സർ ഡെൻസർ ദാൻ ദ ഇംപ്യൂരിറ്റീസ്. എങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും? ഓറുകളുടെ ഡെൻസിറ്റി കുറവ് എന്ന് വെച്ചാൽ അത് പൊങ്ങണം. അപ്പോൾ ഏതായിരിക്കും? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലേ? ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്ത്, ഓർ ഹാവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എന്തുമായിരിക്കും? മാഗ്നറ്റിക് സെപ്പറേഷൻ. സോൾവെന്റ് ആണെങ്കിൽ എന്തായിരിക്കും? അത് ലീച്ചിങ് ആയിരിക്കും. അടുത്ത്, ഓറിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ആദ്യം പറഞ്ഞതാണ് അല്ലെ ലെവിഗേഷൻ അല്ലെ? എന്താണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സെപ്പറേഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എങ്കിൽ സൾഫൈഡുകളാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ എങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ലീച്ചിങ് എങ്കിൽ സോൾവെന്റിൽ അലിയണം. ലെവിഗേഷൻ ആണെങ്കിൽ എന്തായിരിക്കണം? അത് ഓക്സൈഡുകളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. സെറ്റ് അല്ലേ? അപ്പോൾ നോക്കടാ, എക്സ്ട്രാക്ഷൻ ഓഫ് പ്യുവർ മെറ്റൽസ് ഫ്രം ദെയർ ഓർ അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. 3 മെത്തേഡുകളായിരുന്നു: കോൺസെൻട്രേഷൻ, എക്സ്ട്രാക്ഷൻ, റിഫൈനിങ്. നമ്മളിപ്പോൾ പഠിച്ചു തീർത്തത് കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? അതെന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗെയിഞ്ച്. എങ്ങനെ? ലൈക്ക് സോയിലും സാൻഡും ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ മെറ്റൽ കണ്ടന്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ഓർ ഡ്രസ്സിങ് എന്നോ അല്ലെങ്കിൽ ബെനിഫാക്ഷൻ എന്ന പേരിലും പറയാറുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മെത്തേഡാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. എന്താ ചെയ്യുന്നത്? ഓറിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോഴാണ് ചെയ്യുന്നത്. പൗഡർ ചെയ്ത സാധനത്തിന് വെള്ളത്തിൽ അലിയിക്കുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ഗേജ് ഫ്ലോട്ട് ചെയ്യുകയും ഹെവി ആയിട്ടുള്ളത് ബോട്ടത്തിൽ സെറ്റിൽ ആവുകയും ചെയ്യുന്നു. ഓക്സൈഡ് ഓറുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. 2, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് ഓറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പൗഡർ ചെയ്ത ഓറിനെ വെള്ളത്തുമായിട്ട് മിക്സ് ചെയ്യുന്നു. പൈൻ ഓയിലും ചേർത്തിട്ട് നമ്മൾ ഫ്രോത്ത് ഉണ്ടാക്കുമ്പോൾ ഓർ പാർട്ടിക്കിൾസ് ഫ്രോത്തിനോടൊപ്പം മുകളിലേക്ക് വരികയും ഗെയിഞ്ച് താഴെ സിങ്ക് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓരോ ഗേജോ രണ്ടിലൊന്നെങ്കിലും എന്തായിരിക്കണം? മാഗ്നറ്റിക് ആണെങ്കിൽ നമ്മളതിനെ പൗഡർ ചെയ്ത് മാഗ്നറ്റിക് റോളറിലൂടെ കടത്തിവിടുന്ന സമയത്ത് എന്ത് പറ്റും? ഈ നോൺ മെറ്റാലോ അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആവും. മാത്രം ഓർത്ത് വയ്ക്കുക. ഇരുമ്പിൻ്റെ സാധനങ്ങൾ മാഗ്നറ്റൈറ്റ് ആണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ടിൻ സ്റ്റോണും ഉണ്ട്. ഓർത്തോളണം ഏതെവിടെ വരുമെന്നുള്ളത്. ഉദാഹരണം പഠിച്ചോളണം. ചിലപ്പോൾ അത് നിറയെ ചോദ്യം വരുന്നത്. ലീച്ചിങ് ഈ വെറൈറ്റീസ് ഒക്കെ എപ്പോഴും കെമിസ്ട്രി ചോദിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പം മാഗ്നറ്റിക് സെപ്പറേഷൻ തന്നിട്ട് മാഗ്നറ്റിക് ടിൻ സ്റ്റോൺ ആണോ ഗെയിഞ്ച് ആണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചോളണം. ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചോളണം. ലീച്ചിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മളതിനെ സോൾവെൻറ്റിൽ മിക്സ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന സാധനം. നേരത്തെ തന്ന ടേബിളിൻ്റെ ഉത്തരവ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
അത് കഴിയുമ്പോൾ നമ്മളടുത്ത് എന്താണ് എക്സ്ട്രാക്ഷൻ ആണ് പറയുന്നത്. അത് അടുത്ത് വിശദമായിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഞാൻ അന്നേ പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കാൻ ശ്രമിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നു. ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.